ഞാൻ ഈ ഒരു ബീച്ചിനകത്ത് കൂടെയൊക്കെ വണ്ടി ഒന്ന് ഓടിക്കാൻ നോക്കിയിട്ടോ. അത് മണലോടെ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും ദാസനും വിജയനും വന്നിറങ്ങിയ ഒരു ബീച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചേതകിൽ ഒരു നമ്പർ കാണാം. ഈ നമ്പർ എന്ന് പറയുന്നത് 2433. 2 വീലർ 4 കിലോ വാട്ട് മോട്ടർ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതുവരെ കണ്ട ഏതെങ്കിലും 2 വീലറുകളിൽ ഇത്രയും ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ഓൺബോർഡ് ചാർജർ കേബിളുള്ള വണ്ടി ഉണ്ട് എന്നുള്ളത്. നമസ്കാരം, ചെന്നൈയിലാണ്, ബസന്ത് നഗർ ബീച്ചിൽ. അപ്പോൾ ഇവിടെ ആ ഒരു ബിൽഡിംഗ് നിങ്ങൾ കാണുന്നുണ്ട്. അവിടെയാണ് ദാസനും വിജയനും വന്നിറങ്ങിയതും അവരുടെ ബാഗെല്ലാം മോഷണം പോയതൊക്കെ. സിനിമ കാണാത്ത ആളുകൾ മലയാളികളായിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് നാടോടിക്കാറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു കഥയോ ബീച്ചിനെ കുറിച്ച് പറയാനല്ല, പകരം ഇന്ന് എൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അത് ബജാജ് ചേതകാണ്. ബജാജ് ചേതകിൻ്റെ 2024 മോഡൽ. അപ്പോൾ വണ്ടി പാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വണ്ടിയെ വിശദമായതിനെ പരിചയപ്പെടാം. വിശദമായതിനെ പരിചയപ്പെടാൻ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് ഒരിത്തിരി എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, റേഞ്ച് കൂടിയിട്ടുണ്ട്, കിലോമീറ്റർ സ്പീഡ് കൂടിയിട്ടുണ്ട്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. സ്വാഗതം. ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പഞ്ഞൊന്നുമില്ല. അപ്പോൾ പണ്ട് ഏതൊരു കവി പാടിയ പോലെ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ എന്ന് പറയുന്ന പോലെ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. വെസ്പ പോലെ, കവാസാക്കിയുടെ നിഞ്ച പോലെ, അതല്ലെങ്കിൽ R1 പോലെ കാണാത്ത രൂപങ്ങളില്ല, കാണാത്ത ആ ഒരു സ്കൂട്ടറുകളുടെ വൈവിധ്യമില്ല എന്നുള്ളതാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ടും അതിൻ്റെ ആ ഒരു റൂളൊക്കെ തീർത്തും എന്താ പറയുക ലളിതമാണ് എന്നുള്ളതുകൊണ്ടും ഒരുപാട് പേര് ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ബജാജ് അല്ലെങ്കിൽ TVS ഒക്കെ സ്കൂട്ടറുകൾ ഇറക്കുമ്പോൾ അതിലൊരു ഇത്തിരി കൂടി വിശ്വാസം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. കാരണം ഇവർക്ക് സ്കൂട്ടർ ഉണ്ടാക്കാൻ അറിയാം. ഇവർ കൊണ്ടുവന്ന ടെക്നോളജി എന്ന് പറയുന്നത് റിസർച്ച് ചെയ്തായിരിക്കും എന്നുള്ള ആ ഒരു മൈൻഡൊക്കെ നമുക്കുണ്ട്. അക്കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സ്കൂട്ടറാണോ ചേതക്? അല്ല. ചേതകിന് ഒരുപാട് ഹിസ്റ്ററിയൊക്കെ പറയാനുണ്ട്, അല്ലെങ്കിൽ ലെഗസിയൊക്കെ പറയാനുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, വണ്ടി ചെരിച്ചിട്ട് അവസാന തുള്ളി പെട്രോളും മൂറ്റി കിക്കറായിട്ട് സ്റ്റാർട്ടായിട്ട് പോകുന്ന ചേതകുകളുടെ കഥകൾ 80s നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് 2019 ഇലക്ട്രിക് സ്കൂട്ടറുകൾ വന്നപ്പോൾ അന്നത്തെ മുതുമുത്തച്ഛൻ ചേതകിൻ്റെ ഏറ്റവും പുതിയ രൂപം എന്ന് പറയുമ്പോൾ ആധുനികനായിരുന്നു, ഇലക്ട്രിക് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഓല പോലെ അല്ലെങ്കിൽ എയ്ത്തർ പോലെ അത്രമാത്രം ജനങ്ങളിലേക്ക് എത്താൻ ചേതകിന് കഴിഞ്ഞു എന്നുള്ളത്. അതിന് കാരണങ്ങളായിട്ട് റേഞ്ചിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പുതുതായിട്ട് 2024 ചേതക് വരുമ്പോൾ ബജാജ് ചേതകിന് 2 വേരിയൻറ്റുകളാണുള്ളത്, അർബനും പ്രീമിയവും. ഈ അർബൻ എന്ന് പറയുന്ന ആ ഒരു വാക്കായിട്ട് തന്നെ കണ്ടാൽ മതി. അതിൻ്റെ കൂടെ ടെക് പാക്ക് ഓപ്ഷൻസാണ്. ഇപ്പോൾ അർബൻ്റെ കൂടെ +8,000 ആണ് ടെക് പാക്കിന്. പ്രീമിയത്തിൻ്റെ കൂടെ ഏകദേശം 9,000 രൂപയോളം വരും. അങ്ങനെ വരുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് ഇതിൻ്റെ കൂടെ ആഡാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് അർബൻ്റെ ആ ഒരു ക്ലസ്റ്ററൊക്കെ ഡിഫറൻറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ടെക് പാക്ക് വന്നാലും ഈ ഒരു വണ്ടി ടോപ്പ് എൻഡ് വാങ്ങുന്ന അത്രയും ഗുണങ്ങളുണ്ടോ സംശയമുണ്ട്. അപ്പോൾ ചേതകിന് ഒരു ഇത്തിരി ഫെമിനിൻ രൂപമാണെന്ന് കാണാം. അതായത് എയ്ത്തറിൻ്റെ പോലെ അല്ലെങ്കിൽ ഓലയുടെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു സ്കൂട്ടറിൻ്റെ രൂപമുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഗുണമായിട്ട് TVSൻ്റെ ആ ഒരു iQube ഞാൻ പറയാറുള്ളതാണ്. സ്കൂട്ടറിൻ്റെ രൂപമുള്ള ഒരു വണ്ടിയാണ്, ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഒരു അന്യഗ്രഹ ജീവിയായിട്ട് തോന്നില്ല, അതല്ലെങ്കിൽ നമ്മളിതൊരു കാണാത്തൊരു വണ്ടിയായിട്ട് തോന്നില്ല. അങ്ങനെ ഗുണം ചേതകിനുമുണ്ട്. അപ്പോൾ ഇതാണ് ചേതകിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഇനി ഞാൻ വണ്ടിയുടെ കൗതുകങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഹെഡ്ലാമ്പിനുണ്ടോ? ആ ഒരു ഹെഡ്ലാമ്പിൽ ഒരു DRL ഉണ്ട്. ആ DRL വെള്ളയാണ് അല്ലെങ്കിൽ വൈറ്റ് ആണ്. പക്ഷേ അതിനകത്ത് ചേതകിൻ്റെ ലോഗോ കാണാം. ഞാൻ അവിടേക്ക് വരികയാണ്, അത് വലിയ സ്റ്റോറി തുറക്കാണ്ട്. 2 പോഡുകളുടെ ഹെഡ്ലാമ്പിനകത്ത് ചേതകിൻ്റെ ലോഗോ ഉണ്ട്. ഈ ചേതകിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഒന്നല്ല, ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രിപ്പിൻ്റെ മുകളിൽ കാണാം. പിന്നെ ഈ ഒരു ഹുക്ക് കണ്ടോ? ഈ ഒരു ഹുക്കും തത്വത്തിൽ ചേതകിൻ്റെ ലോഗോ ആണ്. 3 കിലോ മാക്സിമം എന്നുള്ള ഒരു ഇതുണ്ട്. ഇത്തിരി ബിൽഡ് വേൾഡിൽ കുറവ് തോന്നി. ഇനി സീറ്റ് വലുതാണ്, നല്ല സീറ്റാണ്, 2 കളർ അപ്പോസിറ്റാണ്, ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റാണെന്ന് പറയാം. ഫുൾ മെറ്റൽ ബോഡിയാണ്, ഫുൾ ഇരുമ്പ് ബോഡിയാണ്. പക്ഷേ ബോർഡർ മുകളിൽ ഓറഞ്ച് പീലിൻ്റെ ആ ഒരു കാര്യം കാണാം. ശരിക്കും സെറാമിക്കെല്ലാം ചെയ്യുമ്പോൾ അത് മാറും. ഈ ചേതകിന് റിമോട്ട് കീ ഫോബാണ്. ഈ കീ ഫോബിൽ ഫൈൻഡ് മൈ വെഹിക്കിളിനൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം ഉണ്ടോ കത്തുന്നത്? മുന്നിൽ സീക്വൻഷൻ അല്ല, പക്ഷേ പിന്നിൽ അത് സീക്വൻഷനാണ്. ഇവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ലോക്കും അല്ലെങ്കിൽ ആ ഒരു ഇഗ്നീഷനുമാണ്. ഇനി മുന്നിലേക്ക് വന്ന ചേതകിൻ്റെ ലോഗോയുടെ ആ ഒരു സംഗതി കഴിഞ്ഞില്ല. ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ ഇവിടെ ഇങ്ങനെ ആ ഒരു കുനിപ്പുള്ള ഒരു ബീക്ക് പോലെ സംഭവം കാണാം. ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ മുന്നിൽ കണ്ട കാര്യം നമുക്കിവിടെ പിന്നിലും കാണാം. ഉണ്ടോ? ചേതകിൻ്റെ ഫുൾ മെറ്റൽ ബോഡി, അതുപോലെ ഫുൾ മെറ്റലായിട്ട് മഡ്ഗാർഡ് എന്ന് തോന്നില്ല. ഇത് മെറ്റലല്ല, ഇത് നമ്മുടെ സാധാരണ ആ ഒരു മെറ്റീരിയലാണ്. ഇനി ഇവിടെ ആ ഒരു 3 ബോൾട്ടാണ് വീലിന്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഈ ഒരു അലോയ് വീൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പൾസറിലൊക്കെ കണ്ട പോലെ അലോയ് വീലിൻ്റെ മുകളിലുള്ള ആ ഡിസൈനിന് ശരിക്കും ബജാജിൻ്റെ ചായ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു ബജാജാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 90-12 ഇഞ്ചാണ് ആ വീൽ എന്ന് പറയുന്നത്. ആ ഒരു പിന്നിലെ വീലും 12 ഇഞ്ച് തന്നെയാണ്. ചേതകിൽ ഒരു നമ്പർ കാണാം. ഈ നമ്പർ എന്ന് പറയുന്നത് 2433. 2 വീലർ 4 കിലോ വാട്ട് മോട്ടർ, 3rd ജനറേഷൻ 3 കിലോ വാട്ട് ബാറ്ററി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എനിക്ക് പറഞ്ഞു തന്നത്. ഇനി ഇവിടെ ആ ഒരു
പാനലിൻ്റെ ഗ്യാപ്പ് കണ്ടോ, ഇതൊരു അലുമിനിയം ഫിൻ കണ്ടോ, ഞാനത് ചാർജറാണെന്ന് വിചാരിച്ചു, പക്ഷേ ചാർജറല്ല, ചാർജർ സീറ്റിന് അടിയിലാണ്. ഇതാണ് ഗ്യാപ്പ് ഫിനിൻ്റെ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഭാഗം. ഇവിടെയും പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് മെറ്റലിരുന്നുള്ള പ്രശ്നം വേണ്ട എന്നുള്ളതായിരിക്കും അവരുടെ ഒരു തോട്ട്. ഇനി ഞാൻ ഓൺ ചെയ്യാം കേട്ടോ. ഓൺ ചെയ്യുമെന്ന് പറയുമ്പോഴേ ചേതകിൻ്റെ ലോഗോട് കൂടി ഓണായി വരുന്ന ആ ഒരു വണ്ടിയുടെ മീറ്റർ ക്ലസ്റ്ററിൽ 4 കോണുകളായിട്ട് 4 നാവിഗേഷൻ്റെ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെനു, ഇത്രയും കാര്യങ്ങൾ 4 ഐലൻഡായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ചുകളുടെ ഒരു സങ്കരം കാണാം. ഈ സ്വിച്ചുകളുണ്ട്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് സെലക്ഷൻ, ആ ഒരു ഓപ്പൺ, ബൂട്ട് ഓപ്പൺ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രണ്ടിലെ ആ ഒരു സംഗതി ഓപ്പൺ ചെയ്യാനുള്ളത് കണ്ടോ, ഓപ്പൺ ആയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഡ്രൈവ് മോഡുണ്ട്, ഇവിടെ സെലക്ഷനും, ഇവിടെ ആ ഒരു ആരോസും. ഇടതുവശത്താണെങ്കിലും ആ ഇൻഡിക്കേറ്ററും കൂടാതെ ലൈറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ കാണാം, ഹോണും കാണാം. ഇത് ബാക്ക് പോകാനും ഇത് ആ ഒരു ടോഗിൾ ചെയ്യാനുള്ള ആ ഒരു സംഗതിയാണ് നാവിഗേഷനകത്തൂടെ അല്ലെങ്കിൽ മീറ്ററിനകത്തൂടെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൂടാതെ ഇവിടെ ആ ഒരു USB ചാർജിങ് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ബെൽറ്റ് കാണാം, നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കാനൊക്കെ കാണില്ലേ, അതിനകത്ത് വെക്കാം. ഇനി ഇത് ചാർജറാണ്, ഇതിനൊരു ചാർജർ ഉണ്ട്, ഓൺ ബോർഡ് ചാർജർ ഉണ്ട്. അത് ഈ ഒരു മോഡലിൻ്റെ പുതിയ മോഡലിൻ്റെ പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതുവരെ കണ്ട ഏതെങ്കിലും 2 വീലറുകളിൽ ഇത്രയും ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ഓൺ ബോർഡ് ചാർജർ കേബിളുള്ള വണ്ടി ഉണ്ട് എന്നുള്ളത്. ഇലക്ട്രിക്കിൻ്റെ ഹൈ പവർ കേബിളിൻ്റെ കളർ ഓറഞ്ചാണ്, അതിവിടെയും കാണാം, ഓറഞ്ചാണ് ഈ ഒരു ചാർജറിൻ്റെ കളർ എന്നുള്ളതാണ്. സീറ്റിനടിയിൽ അത്യാവശ്യം ആ ഒരു സ്പേസൊക്കെ ഉണ്ട്, ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ പറ്റും. കൂടാതെ ഇതാണ് ചാർജിങ് ആ ഒരു പോർട്ട് എന്നുള്ളതാണ് കേട്ടോ. 4 കിലോവാട്ടാണ് ചേതകിൻ്റെ ആ ഒരു മോട്ടർ. ഈ ഒരു മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 4 കിലോവാട്ടാണെങ്കിൽ ടോർക്ക് 16 ന്യൂട്ടൺ മീറ്ററാണ്. ഇവിടെ ആ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടോ, നല്ല ഭംഗിയുള്ള ഫുഡ് റെസ്റ്റ് ആണല്ലേ. ഇവിടെ നമ്മുടെ ആ ഒരു പഴയ ദിലീപൻ പറഞ്ഞ പോലെ ആ ഒരു ഗ്യാസ് കുറ്റൊന്നും കയറില്ല, എന്നാലും അത്യാവശ്യം നല്ല ഒരു ഫുഡ് ബോർഡാണ്. അതിന് മുകളിൽ മാറ്റ് കാണാം. അതിന് ഫ്രണ്ടിൽ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് കണ്ടില്ലേ. ചേതകിൻ്റെ ലോഗോ സിറ്റുവേഷൻ കഴിയുന്നില്ല, കണ്ണാടിയുടെ മുകളിലും ആ ഒരു ചേതകിൻ്റെ ലോഗോ ഉണ്ടെന്നുള്ളതാണ്. 2 കണ്ണാടികളും കാണാം. അപ്പോൾ നമ്മൾ ശരിക്കും എണ്ണാൻ പോകുന്നില്ല, എന്നാലും ഒരുപാട് ലോഗോകൾ ഈ ഒരു ചേതകിന് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ കൊടുത്ത് നല്ല ഭംഗി തോന്നിച്ചു, അതായത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നിച്ചു. പക്ഷേ ചിലയിടത്തൊക്കെ തന്നെയും ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ചേതകിന് ഹബ് മോട്ടറല്ല, ഹബ് മൗണ്ടഡ് മോട്ടറാണ്, ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ വെച്ചിട്ട് വീലിലേക്ക്. അപ്പോൾ ബജാജ് ചേതകിന് 2 വേരിയൻറ്റുകളാണ്. ഇത് പ്രീമിയം വേരിയൻറ്റ് വിത്ത് ടെക് പാക്കാണ്. ഏകദേശം 1,37,000 രൂപ എക്സ്ഷോറൂം വരുന്ന ഒരു വണ്ടിക്ക് ആ ഒരു ടെക് പാക്കിന് 9,000 രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടതുണ്ട്. ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യ എക്സ്പീരിയൻസാണ്. ഹബ് മോട്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്, ബെൽറ്റുള്ള മോട്ടർ കണ്ടിട്ടുണ്ട്, പക്ഷേ ഹബ് മൗണ്ടഡ് മോട്ടർ നമ്മൾ കാണുന്നത് ചേതകിലാണ്. ഞാൻ കാണുന്നത്, ഞാൻ പറയുന്നത് ഈ ഒരു ലോക്കൽ ബ്രാൻഡുകളുടെ ആ ഒരു കമ്പാരിസൺ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഫീൽ ഗുഡ് സ്കൂട്ടർ ഇടയ്ക്ക് തോന്നിയത്. ഇത് തന്നെയായിരുന്നു TVSൻ്റെ iQube എൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ സ്കൂട്ടർ അറിയാം അല്ലെങ്കിൽ സ്കൂട്ടർ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ ഉണ്ടാകുന്ന സ്കൂട്ടറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് ഈ ഒരു വണ്ടിക്കുണ്ട്. ഇപ്പോൾ 73 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഒന്ന് സ്പീഡൊക്കെ എടുത്ത് സിറ്റി സ്പീഡിൽ പോകാൻ പറ്റിയ സ്പീഡാണ്, ഇലക്ട്രിക് സ്കൂട്ടറാണല്ലോ. പക്ഷേ 126 കിലോമീറ്റർ റേഞ്ചാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. 4 കിലോവാട്ടാണ് പവർ. അപ്പോൾ ശരിക്കും 4 കിലോവാട്ട് പവറും 16 Nm ടോർക്കുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഡെയിലി റൈഡിന് പര്യാപ്തമായ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതുപോലെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ഉള്ളപ്പോൾ മുമ്പിൽ സസ്പെൻഷൻ ടെലസ്കോപ്പിക് അല്ല എന്നുള്ള പ്രശ്നമുണ്ട് കേട്ടോ. ശരിക്കും മുന്നിലെ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. നല്ല കുഴിയൊക്കെ ചേർന്ന് പഴയ ആക്റ്റീവയുടെ ആ ഒരു ഫീലുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചെന്നൈ സിറ്റിയിലാണ്, ഇവിടുത്തെ ഒരു ട്രാഫിക്കിനിടയിലൂടെ ഓടിക്കാൻ പറ്റിയ വണ്ടിയായിട്ട് ചേർത്ത് തോന്നി എന്നുള്ളതാണ്. 4.5 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈം പറയുന്നത് ഓൺ ബോർഡ് ചാർജറിൽ, 15 ആമ്പിയർ. അപ്പോൾ ആ ഒരു ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 126 കിലോമീറ്റർ ഓടാം എന്നുള്ള ഗുണം ശരിക്കും നല്ല ഗുണമാണ്. പിന്നെ സീറ്റ് വലുതാണ്, അപ്പോൾ ഇരിക്കുന്ന ആ ഒരു റൈഡിംഗ് പോർഷൻ നന്നായിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 4 ഐലൻഡുകളെ തിരിച്ചിട്ടുള്ള ഈ ഒരു മീറ്റർ ക്ലസ്റ്ററിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആപ്പ് ബേസ്ഡാണ്. മൊബൈലിൽ ചേതകിൻ്റെ ആപ്പ് ഇട്ട ആ ആപ്പ് കൂടെ മാത്രമേ നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മൊബൈലല്ല കണക്റ്റ് ആവുന്നത്, ആപ്പാണ് കണക്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. സാധാരണ സ്കൂട്ടറുകൾ പോലെ തന്നെയാണ്. മാപ്പ് മൈ ഇന്ത്യയുടെ ആ ഒരു മാപ്പിലാണ് ഇതിൻ്റെ ഒരു നാവിഗേഷൻ വർക്ക് ചെയ്യുന്നത്. അലേർട്ടുകൾ കാണിക്കും, എന്താണ് അലേർട്ട് എന്നല്ല, ഇന്ന അലേർട്ട് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. അത് മാത്രമല്ലാണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ടൂർ നടത്താനുള്ള ഒരു മെനു ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് എളുപ്പമാണ്, യൂസ് ഈസിയാണെന്നുള്ള കാര്യമുണ്ട്. റൈഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന നിലയ്ക്ക്. ഇരിക്കുന്ന റൈഡിംഗ് പോസ്റ്റ് കൊള്ളാം, പുറം വേദന എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗ്ലിച്ചുകളുണ്ട് കേട്ടോ. ഗ്ലിച്ചുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഗിയർ ഇടാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വണ്ടി സ്റ്റക്കായിരുന്നു. അപ്പോൾ സ്റ്റക്കായപ്പോൾ ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി ഓഫായില്ല, കുറേ നേരം ഞെക്കി പിടിച്ചിട്ടാണ് അതൊന്ന് ഓഫായത്. അതുപോലുള്ള ചെറിയ ചെറിയ ഗ്ലിച്ചുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പ്രീ പ്രൊഡക്ഷൻ വണ്ടിയുടെ ഒരു കാര്യമായിട്ട് കാണാമെന്ന് തോന്നുന്നു. അതൊക്കെ മാറുമായിരിക്കും, മാറട്ടെ. വില 1,15,000 രൂപയാണ് ഇതിൻ്റെ ബേസ് മോഡലിന്. അർബൻ എന്ന് പറയാം. അർബൻ ബേസ് മോഡലിന് 1,15,000 രൂപ പ്ലസ് 8,000 രൂപ ടെക് പാക്ക്. അതല്ലെങ്കിൽ 1,35,000 പ്രീമിയത്തിൻ്റെ ടെക് പാക്കിന് ഏകദേശം ആദ്യം തന്നെ പൈസ വരുന്നുണ്ട്, 9,000 രൂപയോളം വരുന്നുണ്ട്. ടെക് പാക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടുമെന്നുള്ള ഗുണമുണ്ട്. ഇപ്പോൾ ജിയോ ഫെൻസിങ് പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മൊബൈൽ കണക്ടിവിറ്റി ഒക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. പക്ഷേ ഈ ഒരു
മീറ്റർ ക്ലസ്റ്റർ വ്യത്യസ്തമാണ് രണ്ട് വണ്ടിയും. ഇതിൻ്റെയാണ് കുറച്ചും കൂടിയും ഒരു ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ഒരു വണ്ടി തന്നെ വാങ്ങണം എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ചേതകിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ ഇത് വാങ്ങണം. ടെക് പാക്കൊക്കെ മേടിക്കാം, ഓക്കെ, ടെക് പാക്ക് മേടിച്ചാലും മതിയെന്ന് തോന്നും ആ ഒരു അർബാന മോഡൽ. പക്ഷേ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഗതികൾ, ബാറ്ററിയുടെ ഒരു പാക്കിൻ്റെ വലിപ്പക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ബീച്ചിനകത്ത് കൂടെയൊക്കെ വണ്ടി ഒന്ന് ഓടിക്കാൻ നോക്കിയിട്ടോ. അത് മണലോടെ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും ദാസനും വിജയനും വന്നിറങ്ങിയ ഒരു ബീച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്പോർട്സ് മോഡാക്കിയിട്ട് ഒന്ന് കൈ കൊടുത്താൽ 73 കിലോമീറ്ററാണല്ലോ അതിൻ്റെ ടോപ്പ് സ്പീഡ്. അപ്പോൾ ബജാജിൻ്റെ വണ്ടിയാണെന്നുള്ള ഗുണം, ഈ ഒരു ഫീച്ചേഴ്സിൻ്റെ ഗുണം, ഈ ഒരു കംഫർട്ടബിളായിട്ട് ഓടിക്കുക എന്നുള്ള ഗുണം, കൂടാതെ കാണാൻ അത്യാവശ്യം ഒരു ഭംഗിയുണ്ടെന്നുള്ള ഗുണം. ദോഷമെന്ന് പറയുന്നത് ഇപ്പോൾ വെസ്പ പോലുള്ള വണ്ടികളിലേക്ക് ആ ഒരു രൂപം നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ കണ്ടിട്ട് ഇതേ പ്രശ്നം സൂപ്പർ ബൈക്കുകൾക്കും വരും. അവയും ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ബൈക്ക് കണ്ട ആളുകൾക്ക് ബോറടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന കാര്യം സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്കൂട്ടറുകൾ സംസാരിക്കാം. അപ്പോൾ സ്കൂട്ടറുകൾ കാണുമ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമുള്ളൊരു സ്കൂട്ടർ എന്ന നിലയ്ക്ക് ഒരു ഇത്തിരി ഫെമിനിൻ ലുക്കുള്ളൊരു വണ്ടിയാണ് ഈ ഒരു ചേതക് എന്ന് എനിക്ക് തോന്നി. ഓടിക്കാനും ഒരു സാധാ സ്കൂട്ടർ പോലെ തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് TVS IQ പോലെ പരിഗണിക്കാവുന്നൊരു വണ്ടി എന്നാണ് ഞാൻ ഈ ഒരു ചേതകിനി പറയാം. ചേതകിൻ്റേതായിട്ടുള്ള ആ ഒരു സർവീസ് സെൻ്ററുകളുടെ ഗുണവും 5 വർഷം വാറൻറ്റി, അതായത് 3 വർഷം സാധാ വാറൻറ്റിയും 2 വർഷം എക്സ്റ്റൻഡ് വാറൻറ്റിയുമുള്ള ഒരു കാര്യമുണ്ട്. അതും ഒരു നല്ല കാര്യമായിട്ട് കാണാം. അതിനുള്ളിൽ ഒരു ലോഗോ കൂടി ചേതകിൻ്റെ ഞാൻ കണ്ടു മീറ്ററുള്ളത് ഞാൻ പറയാൻ വിട്ടതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഒരു നല്ല സ്കൂട്ടറാണ് ചേതകെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം കേട്ടോ. നമസ്കാരം.